ഹലോ ഹായ് നമസ്കാരം. അമീർ ഖാൻ നായകനെ അഭിനയിച്ച സിത്താരെ സമീൻ പർ എന്ന സിനിമ കണ്ടു. സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് ഫൺ മൂവി. മെൻ്റലി ഡിസേബിൾഡ് ആയ ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അവരുടെ സ്റ്റോറി കുറച്ച് കോമഡി മിക്സ് ചെയ്ത് ഇമോഷണലി ഒക്കെ കണക്റ്റഡ് ആക്കിയാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് സിനിമ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അമീർ ഖാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു വോളിബോൾ കോച്ചാണ്. പുള്ളി കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് ആകും. അപ്പോൾ ആ കേസ് കോടതിയിൽ വരുമ്പോൾ ജഡ്ജ് പുള്ളിക്ക് ശിക്ഷ വിധിക്കുന്നത് ഈ പിള്ളേരെ 3 മാസത്തേക്ക് വോളിബോൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് പുള്ളി ആ പിള്ളേരെ മീറ്റ് ചെയ്യുന്നതും പിന്നെ അവരെ വോളിബോൾ പഠിപ്പിക്കുന്നതും മത്സരങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും അതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് അവർ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ സീനുകൾ വരുന്നുണ്ട്, അത് ത്രൂ ഔട്ട് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് പിള്ളേരുടെ. പിന്നെ കോമഡിയാണ് കൂടുതലുള്ളത്. സിനിമ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു കോമഡി ട്രീറ്റ്മെൻറ്റ് അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് സിനിമയിൽ കൂടുതലും വർക്കായത്. അപ്പോൾ സിനിമ നല്ല രീതിയിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റി. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് അമീർ ഖാൻ്റെ പെർഫോമൻസ് ആണ്. അമീർ ഖാൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ അമീർ ഖാനായിട്ട് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻസും ആക്ഷൻസും റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു അമീർ ഖാൻ എങ്ങനെ ചെയ്യുന്നു ആ ഒരു സംഭവമാണ്. പിന്നെ കുറച്ച് ഓവറാക്കി പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രസമായിരുന്നു, നല്ല രസമുണ്ട് പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച കുട്ടികളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇവർ ശരിക്കും ഈ ഡൗൺ സിൻഡ്രോമും ഓട്ടിസം ഒക്കെ ഉള്ള പിള്ളേർ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അവരുടെ പെർഫോമൻസ് കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫിലിമിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. സ്റ്റാർട്ടിങ് പോലെ ചെറിയ കോമഡീസും പിന്നെ ഇവരുടെ സീനുകൾ, പിന്നെ ചെറിയ ഇമോഷണൽ സീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സിനിമ സ്റ്റാർട്ടിങ് പോലെ എൻ്റെ വരെ ആ ഒരു ഫൺ മൂഡിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് അമീർ ഖാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത താരെ സമീൻ പർ എന്ന സിനിമയുടെ ഒരു സ്പിരിച്വൽ സ്പിൻ ഓഫ് ആയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ താരെ സമീൻ പർ നമുക്കറിയാം ഒരു റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ളൊരു സിനിമയാണ്, ഒരു ക്ലാസിക് മൂവിയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ശരിക്കും അത് ഇമോഷണലി കണക്റ്റ് ആകുമായിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു കോമിക് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ടാണ് അവർ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാവുന്ന ഒരു ഫിലിമാണ്. നിങ്ങൾ കണ്ടു നോക്കാം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.